ഒരു പ്രതിഷേധ പൊങ്കാലയാണോ? തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷയുടെ പൊങ്കാലയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി തീർച്ചയായിട്ടും ഈ പൊങ്കാലയോടുകൂടെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പരിഹരിക്കും, അവർക്ക് മനസ്സലിവുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആറ്റുകാലമ്മ ആരോഗ്യമന്ത്രിക്ക് നല്ല ബുദ്ധി തോന്നിക്കുമെന്നാണോ പറയുന്നത്? ഉറപ്പായിട്ടും ആറ്റുകാലമ്മ മന്ത്രിക്ക് തീർച്ചയായിട്ടും കാണിക്കും, നമുക്ക് അനുഗ്രഹം ഉണ്ടാകും, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറും. അത് ആറ്റുകാലമ്മയിൽ കൂടെ നമ്മുടെ മന്ത്രിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. എവിടെ നാട് എവിടെയാ? നാട് ഞങ്ങളുടെ ഉദിയൻകുളങ്ങര, ഇവിടെ തിരുവനന്തപുരം ജില്ല. മുമ്പ് ഇടാറുണ്ടോ പൊങ്കാല? ഇത് ആദ്യമായിട്ട് ഇടുന്ന പൊങ്കാലയാണ്, ഇന്നുവരെ ഇട്ടിട്ടില്ല. അപ്പോ ഈ സമരം കൊണ്ട് ഇങ്ങനെ ആദ്യമായിട്ട് പൊങ്കാല ഇടാൻ പറ്റി? ഉറപ്പായിട്ട് അത് വീണാ ജോർജിന് വീടാൻ പറ്റി. അതാണ് ഇത് എൻ്റെ 59ാമത്തെ വയസ്സാണിത്. ആരോഗ്യമന്ത്രിയുടെ നന്ദിയുണ്ടോ അതിന്? നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. അതും നമ്മുടെ സമരവേദിയിൽ അവരുടെ മൂക്കിന്റെ തുമ്പത്താണ് നമ്മൾ ഇരിക്കുന്നത്, പക്ഷെ അവരിതുവരെ വന്നിട്ടില്ല. അമ്മേ, ഇതൊരു പ്രതിഷേധമാണോ? സമരം? പ്രതിഷേധമല്ല. ഞങ്ങൾ കാലാകാലങ്ങളായി കാലാകാലങ്ങളെ ഞങ്ങൾ പൊങ്കാല ഇടുന്നതാണ്. ഇപ്രാവശ്യം സെക്രട്ടേറിയറ്റ് നടയിൽ ഇടാനുള്ള ഒരു അവസരം ആരോഗ്യമന്ത്രി ഒരുക്കി തന്നു. അതിന്റെ പേരിലാണ് ഇവിടെ ഞങ്ങൾ പൊങ്കാല ഇടുന്നത്. അതുകൊണ്ട് ഒരിക്കലും പ്രതിഷേധമല്ല. എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത്തവണ? തെരളിയുണ്ട്, മണ്ടപ്പുറ്റുണ്ട്, പായസമുണ്ട്.